ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെയൊക്കെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുക. പണപ്പെരുപ്പം എന്ന് പറയുന്ന ലോകം മുഴുവനും വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ്. ഗ്രേറ്റ് ഇൻഫ്ലേഷൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സമയത്തേക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ പോലും നമ്മുടെ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ മോണിറ്ററി പോളിസി പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ യുക്തമായിട്ടുള്ള ഇടപെടലുകളുടെ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് മോണിറ്ററി പോളിസിയെ പറ്റിയിട്ട് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഇവിടെ വളരെ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. മോണിറ്ററി പോളിസി ഇറ്റ് റെഫേഴ്സ് ടു ആൻ ആക്ഷൻ. ഇറ്റ് വാസ് അണ്ടർടേക്കൺ ബൈ എ സെൻട്രൽ ബാങ്ക്. ഇത് സാധാരണ രീതിയിൽ മോണിറ്ററി പോളിസീസ് എടുക്കാറുള്ളത് സെൻട്രൽ ബാങ്കുകളാണ്. ഏത് രാജ്യത്തിന്റെ ആണെങ്കിലും ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കുകൾ ഉണ്ടായിരിക്കും. ആ സെൻട്രൽ ബാങ്കുകളാണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിരിക്കുന്ന പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ടു മാനിപ്പുലേറ്റ് ദ മണി സപ്ലൈ. മണി സപ്ലൈ മാനിപ്പുലേറ്റ് ചെയ്യുക, കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എക്കണോമിക് കണ്ടീഷൻസ്, ഒരു ക്രെഡിറ്റ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് ഈ മാനിപ്പുലേഷൻ ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത്? മാനിപ്പുലേഷൻ ഓഫ് മണി സപ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ ഈ പണത്തിന്റെ വരവുകളെ, എസ്പെഷ്യലി ഒഴുക്കുകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പണം അങ്ങ് ഒരുപാട് നമ്മുടെ നാട്ടിൽ കൂടി നിൽക്കാനായിട്ട് പാടില്ല, അതേപോലെ തന്നെ അങ്ങ് ഒട്ടുമേ ഇല്ലാതിരിക്കാനായിട്ടും പാടില്ല. രണ്ട് സിറ്റുവേഷൻസും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കണം എങ്ങനെയാണ് ഈ പണത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്. ഒരുപാട് അങ്ങ് പണം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ, ഇതിനെപ്പറ്റി കൃത്യമായിട്ട് നമ്മൾ നോക്കണം. അത് നമ്മുടെ രാജ്യത്ത് എല്ലാ രാജ്യങ്ങളിലും അവരുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് നമ്മുടെ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ പണമെല്ലാം കൃത്യമായിട്ടാണോ പോകുന്നത്, എവിടെയെങ്കിലുമൊക്കെ പണപ്പെരുപ്പം ഉണ്ടാകുന്നു എന്നൊക്കെ നോക്കുന്നത് സെൻട്രൽ ബാങ്കുകളാണ്, ഏത് രാജ്യത്തിന്റെ ആണെങ്കിലും. നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ നാട്ടിലുള്ള മോണിറ്ററി പോളിസി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് പറയാനായിട്ട് കഴിയുകയില്ല. അത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടും നോക്കുന്നത് ആര് തന്നെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് കൃത്യമായിട്ടും ഓർക്കണം. മോണിറ്ററി പോളിസിയുടെ പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം എപ്പോഴും പലതവണ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. PSC പരീക്ഷകൾക്ക് ഉൾപ്പെടെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇൻഫ്ലേഷൻ സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പണപ്പെരുപ്പം ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് പ്രൈസ് സ്റ്റെബിലിറ്റി. പണപ്പെരുപ്പം എന്ന് പറയുന്നതാണല്ലോ എല്ലാ ആളുകളുടെ കയ്യിലും പണം ഉണ്ടാവുക എന്നുള്ളതാണ് പണപ്പെരുപ്പം എന്ന് ഉദ്ദേശിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വില വളരെയധികം കൂടും. അപ്പോൾ ആ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് കിട്ടാതെ പോകും. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമാണ്, അത് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എക്കണോമിക് ഗ്രോത്തിന്റെ കാര്യം നോക്കിയാൽ പോലും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും യോജ്യമാകുന്ന രീതിയിൽ, എല്ലാവർക്കും അനുയോജ്യമാകുന്ന രീതിയിൽ ഒരു ഗ്രോത്ത് ഒക്കെ കൊണ്ടുവരണം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മോണിറ്ററി പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ മോണിറ്ററി പോളിസിയെ പറ്റിയിട്ട് ഒരു ചെറിയ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്കോണമി ആണെങ്കിൽ കണ്ടോ, ആരോ മാർക്ക് താന്ന് വരുന്നത് ഒരു അൺസ്റ്റേബിൾ എക്കോണമിയെ സൂചിപ്പിക്കുന്നതാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഇൻജെക്ട് ചെയ്യും. നമ്മൾ ആശുപത്രികളിലൊക്കെ പോയി, നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയ ശേഷം ഇഞ്ചെക്ഷൻസ് എടുക്കുമല്ലോ, അതുപോലെയാണ് കേട്ടോ. ഇഞ്ചെക്ഷൻ എടുക്കും. ചിലപ്പോൾ നമുക്ക് പണം കൂടുതലായണം കൊണ്ടുവരേണ്ടതെങ്കിൽ കൂടുതലായിട്ടുള്ള പൈസ എക്കോണമിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അല്ല, പൈസ ഓൾറെഡി കുറച്ച് കൊണ്ടുവരണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ലക്ഷ്യങ്ങൾ കൂടി എനിക്കൊന്ന് സംസാരിക്കാനായിട്ടുണ്ട്. ഒന്ന്, ഇൻഫ്ലേഷൻസ് കൃത്യമായിട്ട്, ഈ പണപ്പെരുപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നുമെങ്കിലും അത് അത്ര സുഖകരമായിട്ടൊരു അവസ്ഥയല്ല. പല രാജ്യങ്ങളും ഇന്നും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാട് രാജ്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഇൻഫ്ലേഷന്റെ പിറകിലായതുകൊണ്ട് തന്നെയാണ്. പിന്നെ ആ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും ഒന്ന് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രണ വിധേയമാക്കുവാനായിട്ട് ഒരുപാട് സഹായിക്കും. പിന്നീട് എക്കണോമിക് ഗ്രോത്ത് മാക്സിമം ഫോസ്റ്റർ ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്കും ഇൻവെസ്റ്റ്മെന്റുകൾ വേണം, കൂടുതൽ ആളുകൾക്ക് ഒരു കൺസംഷൻസ് ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആക്കിക്കൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും.
പിന്നെ ഒരു സ്റ്റേബിൾ ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ മാർക്കറ്റുകളുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇവയെല്ലാം കൂടി ചേർന്ന് വരുന്നവയാണ് നമ്മൾ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുക. അപ്പം ഒരു സ്റ്റേബിൾ ഫിനാൻഷ്യൽ സിസ്റ്റം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു സ്റ്റേബിൾ ഫിനാൻഷ്യൽ സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ഉപരിയായിട്ട് തൊഴിലവസരങ്ങൾ നൽകുക എന്നുള്ളത് ഇതിന്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറേ ലക്ഷ്യങ്ങൾ ഇതിനകത്തുണ്ട്. വളരെ ചെറിയൊരു ക്ലാസ് ആണ് ഞാൻ ഇന്നത്തേക്ക് അറേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഞാൻ ആകെ ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മോണിറ്ററി പോളിസിയെ പറ്റിയിട്ടാണ്. നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏത് രാജ്യമാണെങ്കിലും രാജ്യത്തെ സെൻട്രൽ ഗവൺമെന്റ് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സെൻട്രൽ ബാങ്ക്. സ്വാഭാവികമായിട്ടും സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മളൊന്നൊരു ഇമേജ് നോക്കിയിരുന്നു. പിന്നെ ഗോൾസിനെ പറ്റി നമ്മൾ പഠിച്ചു. കൺട്രോൾ ചെയ്യണം, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണം, എക്കണോമിക് ഗ്രോത്തിന് നമുക്ക് ആവശ്യമാണ്, സ്റ്റേബിൾ എക്കണോമിക് സിസ്റ്റം കൊണ്ടുവരാൻ ആവശ്യമാണെന്ന് പഠിച്ചു. പിന്നെ എംപ്ലോയ്മെന്റ് ലെവൽസ് ഒക്കെ കൃത്യമായിട്ട് നോക്കി മാനേജ് ചെയ്ത് പോകണം എന്നൊക്കെ ഇത് വളരെ അത്യാവശ്യമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുകയാണ്. ഇപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.